സിനിമയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടം. അതിൻ്റെ സ്റ്റോറി എൻ്റെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഞാൻ ആ ഫ്ലോയ്ക്ക് തന്നെ പോയി പടത്തിൻ്റെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതെ പറഞ്ഞാൽ ട്രാൻസിഷൻ ചിലത് ബ്ലാക്ക് ഔട്ട് ഉണ്ട്, അതെനിക്ക് കണക്ട് ആകാൻ പറ്റില്ല. ബ്ലാക്ക് ഔട്ട് ട്രാൻസിഷൻ ഉണ്ട് ചിലത് സെക്കൻഡ് ഹാഫ് വരുമ്പോൾ. അത് വെച്ച് ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ രസത്തിൽ കാണാൻ പറ്റിയൊരു നല്ല ചിത്രം. പക്ഷെ എമ്പുരാന്റെ അതിന്റെ അകത്ത് രാഷ്ട്രീയം കുത്തിക്കയറ്റിനെ കുറിച്ച് അഭിപ്രായം എന്താ? നോ കമന്റ്സ്. എന്നാലും രാഷ്ട്രീയം കുറ്റിക്ക് അല്ല, ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഞാൻ അതിന്റെ കഥാപാത്രങ്ങളുടെ കൂടെയും അല്ല അതിൽ കൂടുതൽ ഞാൻ സിനിമയ്ക്കകത്തൂടെ ഞാൻ സഞ്ചരിച്ചുള്ളൂ, അല്ലാണ്ട് അങ്ങോട്ടൊന്നും ഞാൻ പോയില്ല. പാർലമെന്റില് മന്ത്രി പറഞ്ഞത് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരാണെന്നാണ്. അതിനെ കുറിച്ചുള്ള അഭിപ്രായം? അയാളത് പലതും പറയും, അങ്ങനത്തെ ഇങ്ങനെ പറയാം. അത് അങ്ങേരുടെ പോയിന്റ് ഓഫ് വ്യൂ, അങ്ങനെ പറയാം. ചാനല് കൂട്ടിക്കോട്ടെ. ഇനി അടുത്തത് അല്ല, ഞാൻ പറയുന്നുണ്ടല്ലോ, എന്റെ ഇതാണ് ഞാൻ പറയുന്നത് വെച്ചാല് സ്റ്റോറി ഇല്ല. കാരണം ലാലേട്ടൻ എന്ന് ഒരാള് പുള്ളി കുറച്ച് ഡയലോഗ് പറയും, കുറച്ച് ആക്ഷൻ, അതെ കുറച്ചല്ലേ ഡയലോഗ് എന്തെങ്കിലും പറയുന്നു, കുറച്ച് ഡയലോഗ്, കുറച്ച് സെറ്റായിട്ട് കാര്യങ്ങള് ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും നമുക്കാണെങ്കിൽ തോന്നും ഓ ലാലേട്ടൻ കിടിലൻ. എന്നുവെച്ചാൽ ലാലേട്ടൻ ഏതോ പറമ്പിന്ന് പോകുന്ന ഒരുത്തിന് കുറെ മരം തല്ലിക്കുന്നു, ആ സീൻ മാത്രം ആകെ കൊള്ളാവുന്നുള്ളൂ. പിന്നെ മരുഭൂമി കൂടെ വലിയ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നു. മരുഭൂമിയില് മരുഭൂമി കൂടെ വലിയ റഷ്യൻ ടെററിസ്റ്റിനെ പോലെ ഇതായിട്ട് നടക്കണം. ആദ്യത്തെ സീനുകള്. പിന്നെ സാധാരണ ഒരു ഇയാള് ഇത്ര വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയാണെങ്കിൽ ലോക്കലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൻ എന്തുകൊണ്ട് വെടിവെക്കാൻ വേണ്ടിയിട്ട് വന്നില്ല, പെട്ടെന്ന് പരിപാടി തീർത്തിട്ട് പോകല്ലേ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഈ പരിപാടിയിലേക്ക് ഇറങ്ങണമായിരുന്നു. സ്റ്റോറിനെ കുറിച്ച് എനിക്ക് അധികം അറിയില്ല, കാരണം എനിക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ല. അത് രാഷ്ട്രീയം ഉള്ളതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ ഇത്രയും ട്രോള് വരുന്നതിനെക്കാട്ടും മുമ്പ് ഈ പടം കണ്ടത് ഞങ്ങൾ കണ്ടില്ല. അപ്പൊ ഞങ്ങൾ പടം ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മേക്കിംഗ് ഒക്കെ കുഴപ്പമില്ല, നല്ലതായിട്ട് മേക്കിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്യാമറ എല്ലാം നന്നായിട്ട് നല്ല വെറൈറ്റി ആയിട്ട് അതെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ കാരണം വി ആർ എക്സ്പെക്ടിങ് സംതിങ് ഫ്രം ലൂസിഫേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. ലൂസിഫർ എന്ന് പറഞ്ഞാൽ എത്ര കിടിലം പടമായിട്ട് നമുക്കെല്ലാം എപ്പോഴും കാണാം. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ചുമ്മാ ഇട്ട് കാണുന്ന ഒരു പടങ്ങളാണ് ലൂസിഫർ. അപ്പൊ ലൂസിഫറിനെ വെച്ച് നോക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് എന്റെ വ്യൂ. എന്റെ